ഹായ് ഫ്രണ്ട്സ്, അച്ചൂസ് ഇലക്ട്രിക്കൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നാളുണ്ടാക്കിയ പ്ലേറ്റ് എർത്തിങ് അതെങ്ങനെ ഗ്രൗണ്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോകുന്നത്. അതിനെ നമ്മൾ മാർക്ക് ചെയ്ത് JCB കുഴിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടോട്ടല് 5 എർത്താണ് വരുന്നത്. 3 പ്ലേറ്റ് എർത്തും അതുപോലെ തന്നെ 2 പൈപ്പ് എർത്തുമാണ് നമ്മൾ ചെയ്യുന്നത്. എർത്തുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ബിൽഡിങ്ങിൽ നിന്ന് സൈഡിലേക്ക് 1.5 മീറ്റർ, അതുപോലെ തന്നെ എർത്തുകൾ തമ്മിൽ 5 മീറ്ററുമാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 1 മീറ്ററും അതുപോലെ ആഴം നമ്മൾ 2.5 മീറ്ററാണ് ചെയ്യുന്നത്. നമ്മൾ പ്ലേറ്റ് എർത്ത് 2 മീറ്ററിൽ കൂടുതലുണ്ട്, 2.10 വരുന്നുണ്ട്. അപ്പോൾ ടോട്ടല് 2.5 മീറ്ററിലെ ആഴത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് അത്യാവശ്യം ഒരു പാറയുള്ള ഭാഗമാണ്. മുകളിൽ കുറച്ച് മാത്രം മണ്ണ് നമുക്ക് കിട്ടിയിരുന്നു, ബാക്കിയെല്ലാം പാറയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കുഴിച്ച് നമ്മൾ ഒന്നിൻ്റെ എർത്ത് കുഴി സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പ്ലേറ്റും ഇറക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 പേര് മാത്രമുള്ളത് കൊണ്ട് ഈ ഇറക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കുറച്ച് ഭാഗം മണ്ണും പിന്നെ കോമ്പൗണ്ടാണ്, എർത്ത് കോമ്പൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ കാര്യങ്ങൾ നമ്മൾ കരിയാണ് ഉപയോഗിച്ചിരുന്നത്, കരി ഉപ്പ് ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത് കോമ്പൗണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓരോ എർത്തിലേക്ക് ഓരോ കോമ്പൗണ്ട് എന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല പോലെ ലെയറുകളായിട്ടാണ് എർത്ത് കോമ്പൗണ്ട് നമ്മൾ ഇടുന്നത്. കുറച്ച് മണ്ണ് കുറച്ച് കോമ്പൗണ്ട് എന്ന രീതിയിൽ ലെയറായിട്ടാണ് നമ്മൾ എർത്ത് കോമ്പൗണ്ട് ഇടുന്നത്. അങ്ങനെ ഒരു എർത്ത് നമ്മൾ മണ്ണിട്ട് മൂടി കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഭാഗം മുഴുവനായിട്ട് ഇൻ്റർലോക്ക് വരാനുള്ളത്. അപ്പോൾ ഇൻ്റർലോക്കിൻ്റെ നമ്മളതിൻ്റെ ടോപ്പ് എൻട്രി ഇൻ്റർലോക്കിൻ്റെ താഴെ പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് താഴോട്ട് ടോപ്പ് എൻട്രിയിൽ നിന്ന് താഴോട്ട് ഒരു 30 സെൻറ്റിമീറ്റർ കീറിയിട്ടാണ് നമ്മൾ ചാല് കീറുന്നത്. എർത്തുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള ചാല് നമ്മൾ താഴോട്ട് 30 സെൻറ്റിമീറ്ററോളം ചാലെടുത്തിട്ടാണ് ചെയ്യുന്നത്. ലിങ്കിങ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, അത് മെറ്റീരിയൽസ് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ 5 എർത്തുകളും ഗ്രൗണ്ടിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാ എർത്തിങ്ങും ഇവിടെ ഗ്രൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. 3 പ്ലേറ്റ് എർത്ത് അതുപോലെ തന്നെ 2 പൈപ്പ് എർത്തുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് തമ്മിലുള്ള ഇൻ്റർലിങ്കിൻ്റെ അതുപോലെ തന്നെ ഇത് സെപ്പറേറ്റ്, ഇതിൽ നിന്നെല്ലാം സെപ്പറേറ്റ് കണക്ഷൻ നമുക്ക് പാൻ റൂമിലേക്ക് അതുപോലെ DGയിലേക്കൊക്കെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അത് ഏതിലേക്കൊക്കെ നല്ല കണക്ട് ചെയ്യുന്നത് എന്നുള്ള വിശദമായൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.